ഒരു കേടായ ലേഗ്രാൻഡ് സ്വിച്ച് മാറ്റി പകരം മറ്റൊരു സ്വിച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സ്വിച്ച് മാറുന്നതിന് മുമ്പ് തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത്. ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ ഇൻവേർട്ടർ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഊരിയിടുക. ഒരു ടെസ്റ്റർ യൂസ് ചെയ്ത് കറണ്ട് വരുന്നില്ല എന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്തുക. ഈ സ്വിച്ച് ബോർഡിൻ്റെ 4 സൈഡിലായിട്ട് ഇതുപോലെ ഒരു ചെറിയ വെട്ട് കാണും. അവിടെ നമ്മൾ സ്ക്രൂ ഡ്രൈവറോ ടെസ്റ്ററോ യൂസ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ കവർ ഓപ്പണായി കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ കവർ ഊരാനായിട്ട് സ്ക്രൂ ഒന്നും അഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ലോക്ക് മാത്രമായിരിക്കും. അപ്പോൾ അത് ഇതുപോലെ ഈ സൈഡിൽ നിന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ലോക്ക് ഓപ്പണായി നമുക്കിത് ഊരിയെടുക്കാൻ പറ്റും. ഇതിനകത്തായിട്ട് വരുന്ന ഈ ഒരു ബോർഡ് അവിടെയുള്ള ബോക്സിൽ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അതൊരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് ഈ 4 സ്ക്രൂവും അഴിക്കുക. ടെസ്റ്റർ യൂസ് ചെയ്ത് വൈദ്യുതി വരുന്നില്ല എന്ന് ഇവിടെ നമുക്ക് ഒന്നുകൂടി ഉറപ്പ് വരുത്താം. ഈ ഒരു സ്വിച്ചാണ് കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്. ഇതിന് പകരം ഞാനൊരു സ്വിച്ച് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ലേഗ്രാൻഡിൻ്റെ സ്വിച്ച് മാത്രമേ ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. മറ്റ് സ്വിച്ചുകളൊന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് ഈ സെയിം സ്വിച്ച് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇവിടെ പ്രത്യേകിച്ച് സ്ക്രൂ ഒന്നുമില്ല. ഇത് ലോക്കായാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ലോക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മളിവിടെ ടെസ്റ്ററോ സ്ക്രൂ ഡ്രൈവറോ യൂസ് ചെയ്ത് ഈ ഒരു വിടവിൽ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പണായി കിട്ടുന്നതാണ്. ഇങ്ങനെ അത് ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ സ്ക്രൂ ചെയ്തിരിക്കുന്ന ഈ വയർ അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ സ്വിച്ച് ഊരി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഈ പുതിയ സ്വിച്ച് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇത് ഇതുപോലെ അതിനകത്ത് കയറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഇത് ലോക്ക് ആയിക്കോളും. നമ്മൾ ഊരുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇനി ഈ സ്വിച്ചിൻ്റെ രണ്ടറ്റത്തും വയറുകൾ കണക്ട് ചെയ്യാനായിട്ട് സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തതിന് ശേഷം ഈ വയറുകൾ ഇതിനകത്തേക്ക് കയറ്റി വെച്ച് ടൈറ്റ് ചെയ്യുക. ഇനി ഈ ബോർഡ് ബോക്സിലേക്ക് ചേർത്ത് വെച്ച് ഇതിൻ്റെ ഹോളിലേക്ക് സ്ക്രൂ കറക്റ്റായിട്ട് കയറ്റി തിരിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇത് നന്നായി ടൈറ്റ് ചെയ്യുക.
ഇനി ഈ കവർ ഈ ബോർഡിലേക്ക് അതിൻ്റെ ലോക്ക് നോക്കി കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ലോക്ക് പൊട്ടിപ്പോകാതെ നോക്കണം. കവർ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം മെയിൻ സ്വിച്ച് ഓണാക്കി സ്വിച്ച് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം.